എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമ്മാതെ, ഞാൻ മെഡിറ്റേഷന് വേണ്ടി ഒരു ടെക്നിക്ക് മാത്രം പറഞ്ഞു തരികയാണ്. ചുമ്മാതെ ഇരുന്നുകൊണ്ട് ഈ ശ്വാസം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിങ്ങനെ ഈ മൂക്കേൽ തുടങ്ങി ഇതിങ്ങനെ കയറി ഇങ്ങനെ പുക്കിളിൻ്റെ അവിടെ വരെ വരുന്നതറിയും, തിരിച്ചതുപോലെ ഇറങ്ങുന്നതറിയും. നമ്മൾ അറ്റൻഡ് ചെയ്യാത്തൊരു സാധനം ഏതാ? ചുമ്മാ ചെയ്തു നോക്ക്. ഇപ്പം വേണ്ട കേട്ടോ, ഇപ്പം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ഇതാണ്, എന്ത്? തന്നെത്താൻ ശോധന ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ അനുതാപം ഉണ്ടായി. അനുതാപം ഉണ്ടായപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എനിക്ക് ഏറ്റു പറഞ്ഞേ പറ്റത്തില്ല. അവിടെ കുമ്പസാരം ഉണ്ടാകും, അവിടെ കുമ്പസാരമുണ്ട്. എനിക്കിനി ഏറ്റു പറഞ്ഞേ പറ്റുകയുള്ളൂ. കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് തരുന്ന സാധനമാണ് ഹൂസോയോ പ്രാർത്ഥന. ഇപ്പം ഈ പ്രോസസ്സ് ഒന്നും നടക്കാതെ പോയി അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു ഹൂസോയോ പ്രാർത്ഥനയും സ്വീകരിച്ച് സംതൃപ്തി അടഞ്ഞു നിൽക്കുകയാണ്. ഹൂസോയോ പ്രാർത്ഥന തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ച് കേൾപ്പിക്കട്ടെ, വല്ലതും കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ പറയണം. കിട്ടത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പിതാവാം ദൈവം നിത്യജീവനിലേക്ക് നിന്നെ നയിക്കുമാറാകട്ടെ. മശീഹ തമ്പുരാൻ പരിശുദ്ധ സ്ലീഹന്മാർക്കും സ്ലീഹന്മാർ പിതാക്കന്മാർക്കും പിതാക്കന്മാർ എൻ്റെ ബലഹീനതയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ ഏറ്റുപറഞ്ഞിട്ടുള്ളതും വിസ്മരിച്ചു പോയിട്ടുള്ളതുമായ സകല പാപങ്ങളിൽ നിന്നും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മോചനം നൽകുന്നു. വല്ലതും കിട്ടുമോ? ഏതിനാ മോചനം തന്നെ? ഏറ്റുപറഞ്ഞിട്ടുള്ളതും ഏറ്റുപറയുവാൻ വിസ്മരിച്ചു പോയിട്ടുള്ളതിനുമായ പാപങ്ങൾക്ക് മോചനം നൽകുന്നു എന്ന് പറഞ്ഞ് രാവിലെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ വല്ലോ ഏറ്റു പറഞ്ഞായിരുന്നു? വല്ലോ ഏറ്റു പറഞ്ഞു? അപ്പോൾ അതുകൊണ്ട് ഹൂസോയ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ കാര്യത്തിൽ കുറേ കൂടെ ശ്രദ്ധിക്കണേ. പിന്നെ അച്ഛനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്കാണല്ലോ. നിങ്ങൾ വന്നാൽ ഞങ്ങൾ ഹൂസോയ തരും. എന്നാൽ വേണേ ഹൂസോയ നിഷേധിക്കാം. കാരണം നിങ്ങളെ നിൽക്കാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിൽ കണ്ടിട്ട് അച്ഛൻ അല്ല ഞാൻ പറയും, നിങ്ങൾ ഹൂസോയ്ക്ക് വന്നപ്പം നീ കുമ്പസാരിച്ചിട്ട് മതി എന്ന് പറഞ്ഞ് വേണേൽ മാറ്റി നിർത്തും. അതല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഹൂസോയോയ്ക്ക് വരും, ഞങ്ങൾ ഹൂസോയോ തരും. എന്ത് കിട്ടുമെന്നുള്ളത് കിട്ടിയോ? വല്ലതും മനസ്സിലായോ? അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഇനി കുർബാന കൊള്ളാൻ പോകത്തില്ലെന്നല്ലേ ഈ പറയുന്നേ? കുർബാന കൊണ്ടില്ലെങ്കിൽ എന്ത് പറ്റും? കുർബാന അനുഭവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിത്യജീവൻ പോകും. നിത്യജീവൻ വേണോ? ഈ നിത്യജീവൻ്റെ മറ്റ് മറ്റ് വാക്കുകളൊക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഭാഷകളൊക്കെ, സ്വർഗരാജ്യം, രക്ഷ, ഇതൊക്കെ ഇല്ലേ? അതൊക്കെ വേണോ? വേണോന്ന് വേണോ വേണ്ടേ? അപ്പം വേണമെങ്കിൽ എന്ത് വേണം? ഒരുക്കത്തോടുകൂടിയുള്ള വിശുദ്ധ കുർബാന അനുഭവം. ഇതാണ് നമുക്കിന്ന് നഷ്ടമായിരിക്കുന്നതെന്ന് ഞാൻ പറയും. വിശുദ്ധ കുർബാന അനുഭവമൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നതാണ്. പക്ഷെ വേണ്ടും വണ്ണം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ടോ എന്ന് അവർക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അതാണ് എനിക്ക് ഒന്നാമത് പറയാനായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? എപ്പോഴാണ് ഈ കുർബാനയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കേണ്ടി? ആർക്കെല്ലാം പറയാം? തലേന്ന് വൈകിട്ടെന്ന്. ഇതുവരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനല്ല. ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചു, അടുത്ത കുർബാനയ്ക്കുള്ള ഒരുക്കം അത് കഴിയുമ്പോൾ ആരംഭിച്ചെന്ന്. ഈ സഭ വിട്ടു പോവുകയേ ഉള്ളല്ലേ, കാരണം ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലേ ഞാൻ പറയുന്നതിനകത്ത് സാങ്കത്യമുള്ളൂ. കാരണം ഓരോ ദിവസവും മാമോദിസ ഏറ്റത് എന്തിനാ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു, പൗലോസ്ലീഹയുടെ വാക്കുകൾ. എന്നിട്ട് ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി മാറി. അങ്ങനെ ഇരിക്കുക ഇപ്പോഴേ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ക്രിസ്തു എന്ന തലയോളം വളരാൻ. വളർച്ചയുണ്ടോ? ക്രിസ്തു എന്ന തലയോളം വളരുന്നുണ്ടോ? അതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയ കൂദാശകൾ, അതിനുവേണ്ടിയാണ് വിശുദ്ധ കുർബാന അനുഭവം. ഉണ്ടോ? അല്ലേ? അപ്പം തിരുവേനി ഇപ്പം എന്തോ പറഞ്ഞേ? ഇപ്പം പറഞ്ഞ ആരാ? ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നേ. ഒന്ന് സമ്മറൈസ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞേ. പറ. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു സമ്മറി ആരാ ഒന്ന് പറയുന്നേ? എനിക്കൊരു വോളണ്ടിയറിനെ വേണം പ്ലീസ്. എളുപ്പം.
ഒന്നും മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായില്ലേ? ഇല്ലേ? മനസ്സിലായ ഒരാളൊന്ന് പറഞ്ഞേ. അയ്യോ, കഷ്ടമായിപ്പോയി. ഒരുക്കത്തോടെ വന്ന് ഇതൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു 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 എഴുന്നേറ്റെന്ന് പറ. എഴുന്നേറ്റെന്ന് പറഞ്ഞ ഈ സ്ക്രീനിലൊക്കെ കാണാം. അതുകൊണ്ടല്ല, പറഞ്ഞു. ഒരുക്കത്തോടെ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളണം, അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കും. നഷ്ടം. ഒന്നുകൂടെ ഒരാളോട് എഴുന്നേറ്റ് പറഞ്ഞേ. എല്ലാം ഈ പെൺകുട്ടികളാണ് പറയുന്നത്. ആൺകുട്ടികൾ എന്തെങ്കിലും ആരാധന അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒരുക്കത്തോടു കൂടി വേണം അനുഭവിക്കാൻ. എങ്കിൽ മാത്രമേ ആ നിത്യജീവൻ കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. ഒരുക്കത്തോടെ വന്ന് അനുഭവിച്ചാൽ നിത്യജീവൻ കിട്ടും. വിശുദ്ധ കുർബാന അനുഭവിച്ചേ പറ്റുകയുള്ളൂ. ഓൺലൈനൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. ഒരു താൽക്കാലിക ക്രമീകരണമായിരുന്നു കോവിഡ് വന്നപ്പോഴേ. കുർബാന കാണാനല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നോക്കിക്കോളൂ. അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കുകയും ചെയ്തിരുന്നു. എന്നും കുർബാനയുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒന്നുണ്ടായിട്ട് പോലും നടക്കുന്നില്ല. അപ്പം മറ്റവരുടെ കാര്യം എന്തായിരുന്നല്ലേ? ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുക്കി സന്തോഷവും ഹൃദയപരമാർത്ഥതയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ കുർബാനയെക്കുറിച്ച്, നമ്മുടെ സമയം ഒത്തിരി അങ്ങ് പോയതുകൊണ്ട് ഇപ്പോൾ സമയം പോയി 4 മണിയായി. എത്ര മണി വരെ ഉണ്ട്? 4:30. കുർബാനയ്ക്കുള്ള ഒരുക്കം. ഒരു കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാനയുടെ സമയം വരെ ഒരുക്ക സമയം. എങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഇന്ന് കുർബാന അനുഭവിച്ചു, ഇന്ന് വൈകിട്ട് മുതൽ തോന്നിയ പോലെ നടന്നിട്ട് പറ്റിയ അടുത്ത കുർബാനയുടെ തലേന്ന് ഒരു ഒരുക്കം നടത്തി പോയാൽ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരത്തില്ല, വിശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് വളരത്തില്ല. എങ്കിലും ഈ പറയുന്ന തലേന്നത്തെ പ്രിപ്പറേഷൻ അത് നമ്മളെല്ലാം സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഒന്ന് പറഞ്ഞേ, എങ്ങനെ ഒരുങ്ങുന്നേ? ഞങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച വൈകുന്നേരം സ്കൂളിലെ പുസ്തകത്തെ തൊടാനൊക്കത്തില്ലായിരുന്നു. വീട്ടിൽ ഞങ്ങളുടെ അമ്മ 6 മണിക്ക് മുമ്പ് മുറ്റമടിച്ചെല്ലാം റെഡിയാക്കി വെക്കുമായിരുന്നു. വൈകിട്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ, യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിന് പോകണമെങ്കിൽ മാത്തൂർ പള്ളിയിൽ സന്ധ്യാനമസ്കാരം അറ്റൻഡ് ചെയ്യാത്തവൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിൽ ഇരിക്കണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പം നമുക്ക് സന്ധ്യാനമസ്കാരം വേണ്ട, യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ ആദ്യ ഭാഗവും വേണ്ട, 2-ാം ഭാഗത്തെ കാര്യാലോചന മാത്രം മതിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോഴേ പല ആളുകളും വരത്തുള്ളല്ലോ. സന്ധ്യാനമസ്കാരത്തിനൊക്കെ ആരാ വരുന്നത്? പക്ഷേ തലേന്ന് വൈകിട്ട് സന്ധ്യാനമസ്കാരം മുതലെങ്കിലും പ്രിപ്പറേഷൻ ആരംഭിക്കുന്ന ഒരാൾക്ക് സന്ധ്യാനമസ്കാരം ഒഴിവാക്കാനൊക്കത്തില്ല. സന്ധ്യാനമസ്കാരം, സൂത്ര നമസ്കാരം, രാത്രി നമസ്കാരം, പ്രഭാത നമസ്കാരം, 3-ാം മണി നമസ്കാരം, 6-ാം മണി നമസ്കാരം, ഇത്രയെങ്കിലും നടത്തിയേ പറ്റത്തുള്ളൂ. വീട്ടിൽ നിങ്ങളത് നടത്തുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് രാവിലെ വന്ന് പ്രഭാതവും 3-ാം മണി 6-ാം മണി നടത്തുന്നത്. നിങ്ങൾ വീട്ടിൽ നടത്തിയായിരുന്നെങ്കിൽ 1 മണിക്കൂർ ലാഭം കിട്ടിയേനെ പള്ളിയിൽ. ഇപ്പോൾ അതും നടത്തുന്നില്ല. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 1-ാമത്തെ കാര്യം യാമപ്രാർത്ഥനകൾ പൂർത്തിയാക്കുക. അത് സഭയുടെ നിയമം, വേദപുസ്തകം പറഞ്ഞൊന്നുമല്ല. പക്ഷേ യാമങ്ങളിലെ പ്രാർത്ഥനയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 7 യാമങ്ങളിലെ പ്രാർത്ഥനയെക്കുറിച്ച്. അപ്പോൾ യാമപ്രാർത്ഥനകൾ പൂർത്തീകരിക്കണം. 2, പിന്നെന്താ? ധ്യാനം നടക്കണം. വിശുദ്ധ വേദപുസ്തകം വായിക്കണം, ധ്യാനിക്കണം, മൗനം വീക്ഷിക്കണം, സൈലൻസ്. ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് 6 മണിക്കൂർ. ഞാൻ പക്ഷേ 6 മണിക്കൂറിലൊന്നും നിൽക്കുന്ന ആളല്ല. 6 മണിക്കൂർ ഫാസ്റ്റ് ചെയ്താൽ പോലെ, ഉപവസിച്ചാൽ പോലെ. ഏറ്റവും കുറഞ്ഞത് ഒരു 10-12 മണിക്കൂർ ഒക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും ഉപവാസം. വേറെ ഒന്നും കഴിക്കാനും കുടിക്കാനും പാടില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നേരത്തെ പള്ളിയിൽ പോകുക. നിങ്ങളൊക്കെ എപ്പോഴും മധുവായി കയറുന്നവർ രാവിലെ ചെല്ലുമായിരിക്കും. കൊയറുകാരെപ്പോൾ വരുമെന്ന് നമുക്കറിയാം. വിളിത് പറഞ്ഞവർ ഈശോ വരുന്നുണ്ടെന്നാണ് കിണി കേൾക്കുന്നത്. അന്നേരം ചെന്നാൽ മതിയല്ലോ. കൊയറുകാർക്ക് ഒരു ഉദ്ദേശമുണ്ട്. അവർ പറയുന്നത് പ്രഭാത നമസ്കാരം 3-ാം മണി 6-ാം മണി ഞങ്ങളുടെ അല്ല, ഞങ്ങൾക്ക് മറ്റേ വെളി പറഞ്ഞ് വെളി നിറഞ്ഞോ മതി. കൊയറുകാർ അവിടെ വരും. മധുവായി കയറേണ്ടിയവർ എപ്പോൾ വരും? അവർ രാവിലെ വരും.
അല്ലാതെ ഇവിടെ ഇരിക്കുന്നവർ എപ്പോഴാണ് പള്ളിയിൽ ചെല്ലുന്ന കുർബാനയ്ക്കെന്ന് എന്നോട് പറഞ്ഞു. മതവായി ഇല്ലാത്തവരും കൊയറിലില്ലാത്തവരും പള്ളിയിൽ ചെല്ലുന്ന സമയം എന്നോടൊന്ന് പറഞ്ഞു. എപ്പോൾ പോവും? 7:45 ചെല്ലുമെന്ന്. 7:45 എപ്പോഴാണ് തുടങ്ങുന്നത്? 6:30 തുടങ്ങുന്നത്, 7:45 ചെല്ലുമെന്ന്. അയ്യോ, ചാർത്തുനീതിയെ ചൊല്ലി പടിഞ്ഞാറോട്ട് തിരിയുമ്പോഴൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാർത്തുനീതി എപ്പോഴാണാവോ ചൊല്ലുന്നത്? മിക്കവാറും തീരാറായി ചാർത്തുനീതി. നിന്നെ ആചാര്യന്മാരും ചൊല്ലി പടിഞ്ഞാറോട്ട് വരുമ്പോൾ വരികയാണ്. പള്ളിയിൽ പോകാൻ ഒരുങ്ങി. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളെന്ന് പറയും പള്ളിയിൽ പോയോ? യെസ്. ഞാനപ്പോൾ ഒന്നുകൂടെ ചോദിക്കുമ്പോൾ എല്ലാം കിട്ടിയോ? ഒരു കാര്യം കിട്ടി, പള്ളിയിൽ പോയെന്നുള്ളൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എനിക്കൊരു വൈകാരിക സംതൃപ്തി കിട്ടി. പള്ളിയിൽ പോകുന്നത് അങ്ങനെ ഒരു വൈകാരിക സംതൃപ്തി കിട്ടാൻ വേണ്ടി മാത്രം. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾ എത്രമാത്രം, ഞാനിനി ഇവിടെ ഇരിക്കുന്ന കൂടുതൽ കുട്ടികളും വിവാഹിതരാകാൻ പോവുകയാണല്ലോ. നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും വിവാഹത്തിൻ്റെ തലേന്ന് വീട്ടിൽ പാർട്ടി വേണ്ട? എത്ര പേര് ശക്തമായിട്ട് പറയും? എനിക്കുണ്ട് കുട്ടികൾ, എൻ്റെ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മതി. അപ്പനും അമ്മയും മസിൽ പിടിച്ചു നോക്കി പാർട്ടി നടത്താൻ, സമ്മതിച്ചില്ല. കാരണം അവർ പറഞ്ഞു, നാളെ എൻ്റെ വിവാഹ കൂദാശയാണ്, എൻ്റെ വിവാഹ കൂദാശയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടി പ്രിപ്പയർ ചെയ്യണം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ ഇനിയും കട്ട് ചെയ്ത് ഇതായിട്ട് വരുമല്ലോ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ വിവാഹ കൂദാശയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവമായ ഒരുക്കം മതി, വീട്ടിൽ പാർട്ടി വേണ്ട, വീട്ടിൽ കള്ളുകുടി വേണ്ട, എൻ്റെ വിവാഹ കൂദാശയുമായി ബന്ധപ്പെട്ട് ഒരശുദ്ധിയും വേണ്ട എന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ച് ഇതിനകത്തൊരു 10 പേര് പറയാൻ സാധിച്ചാൽ അവിടെ തുടക്കം കുറിക്കുന്നു. നിങ്ങളോട് ഞാൻ അപ്പനോടും അമ്മയോടും ഒക്കെ പറയാറുണ്ടേ, തലേന്ന് വൈകിട്ട് പാതിരാത്രി വരെ പാർട്ടി നടത്തി കള്ളും കുടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വിവാഹ കൂദാശയ്ക്ക് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും കൈ പിടിച്ച് ഇവിടെ കൊണ്ടു നിർത്തിയാൽ നിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ഞാൻ പറയും. ഞാൻ നിങ്ങളോടും പറയുക, വിവാഹ കൂദാശയ്ക്ക് തലേന്ന് രാത്രി മേളവും കൊഴുപ്പും കാണിച്ച് അശുദ്ധി ജീവിച്ചിട്ട് ഇവിടെ വന്ന് നിന്ന് അച്ഛൻ വാനിയെന്നുടയോ ചൊല്ലി മാലയും മോതിരവും തന്നാൽ നിങ്ങൾ ആലോചിക്കണം, ഇത് നിങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് ഓരോ കൂദാശയും വിശുദ്ധിയിൽ ചെയ്യേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ് ഞാനിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണാതെ വരുമ്പോഴുണ്ടാകുന്ന ഹൃദയവേദന കൊണ്ടാണ് പലതും പറഞ്ഞു പോകുന്നത്. കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണെന്ന്, നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിനകം എന്താണെന്ന്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള, കാലിലെ ചെരുപ്പ് ഊരി വെളിയിലിടും. എന്തിനാ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ പൊതുയോഗം നടത്തുമ്പോൾ ഇതിനകത്ത് ചെരുപ്പിനെക്കാട്ടിൽ നാറിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തിനാണ് ആ ചെരുപ്പ് ഊരി വെളിയിലിട്ടത്? എന്തിനാ? ബിക്കോസ് എന്താണെന്നറിയാമോ, നമുക്കിതിൻ്റെ അകം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ പരിസരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്കൊരു പ്രതിസംസ്കാരം, നിങ്ങൾക്കൊരു കൗണ്ടർ കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. കൂദാശ, അതിലധിഷ്ഠിതമായ ഒരു ജീവിതം, അതിലൂടെ അല്ലാതെ നിത്യജീവനില്ല. 2 കാര്യങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ളൂ. 1, ഞാൻ വരുന്നിടം വരേക്കും വിശുദ്ധ കുർബാന തുടരണം. 2, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി സകലരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം. ഇത് 2മാണ് ഞാൻ പറയും തിരിച്ചു വരുമ്പോൾ ചോദ്യം ഉണ്ടാകും. ഞാനതുകൊണ്ട് ആദ്യം വീണ്ടും പറയുകയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ റെലവൻ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പരിപാടിയായിട്ട് ഇവിടെ അവസാനിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയുടെ പ്രധാനമായ 3 ഭാഗങ്ങൾ. 1, ഒരുക്ക ശുശ്രൂഷ, അതിനെ തൂയോബോ എന്ന് പറയും.
2 പരസ്യ ശുശ്രൂഷ. അതിനാണ് നിങ്ങൾ ഈ വെളു പറഞ്ഞ ഒരു വിഷയക്ക് വരുന്നത്. അതിനുശേഷമുള്ളതാണ് കുർബാനാനന്തരം, കുർബാനാനുഭവ അനന്തരം, പോസ്റ്റ് കമ്മ്യൂണിയൻ സർവീസ്, എൻ്റെ കടങ്ങളെ ശേഷം. അങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. ഈ ഒരുക്ക ശുശ്രൂഷയിൽ എല്ലാം ഒന്നും പറയാൻ കഴിയില്ല, കാരണം അതുകൊണ്ടാണല്ലോ മറയിട്ടത് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പുരോഹിതൻ നമസ്കാരത്തിനിടയ്ക്ക് തൂയോബോ ശുശ്രൂഷയ്ക്കായിട്ട് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് കൊടുത്തെങ്കിലേ നിങ്ങളുടെ പേരുകൾ ഓർക്കുകയുള്ളൂ. എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണയുണ്ട്, യാചിക്കേണ്ട സമയം ഇതായിക്കാണ് ഇത് ഓർക്കുന്നത്. അന്നേരം ഓർക്കുന്നുണ്ട്, പക്ഷെ തൂയോബോയ്ക്കുണ്ട്. അതെന്തൊക്കെ ഓർക്കുന്നു എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നു, വെഡിങ് ആനിവേഴ്സറി വരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടുള്ള പേരുകൾ നിങ്ങൾ കൊടുത്താൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ 3 പ്രാവശ്യം ആ പേരുകൾ ഓർക്കണം. ഏത് പരിശുദ്ധൻ്റെ ശുദ്ധിമതിയുടെ നാമത്തിൽ ആ പള്ളി സ്ഥാപിച്ചിരിക്കുന്നുവോ ആ പരിശുദ്ധൻ്റെ ശുദ്ധിമതിയുടെ നാമത്തിൽ 3 പ്രാവശ്യം പേരുകൾ ഓർക്കണം. അപ്പം നിങ്ങളുടെ പേര് എത്ര പ്രാവശ്യം ഓർത്തു? 6 പ്രാവശ്യം ഓർക്കേണ്ടതാണ്. അടുത്ത കാറ്റഗറി വരുന്നത് രോഗികളാണ്. രോഗികളുടെ പേരുകൾ 3 പ്രാവശ്യം ഓർക്കും. അതിനുശേഷം വരുന്നത് വാങ്ങിപ്പോയവരുടെ പേരുകളാണ്. അത് 3 പ്രാവശ്യം ഓർക്കും. അപ്പം നിങ്ങൾ എപ്പോൾ കൊടുക്കണം? രാവിലെ കൊടുക്കണം. ഇനി കൊടുക്കുന്ന പേരെന്ത് കൊടുക്കണം? എൻ്റെ വീട്ടിലെ പേര് ബിനു എന്നായിരുന്നു. എനിക്ക് തോന്നുന്നില്ല അത് പോരാ. കാരണം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ മാമോദീസ പേരറിയാം? മാമോദീസ പേരറിയാവുന്നൊരു കൈ ഉയർത്തിക്ക്. അറിയാൻ വയ്യാത്തൊരു ഇതിനകത്തുണ്ട്. പോയി കണ്ടുപിടിക്കണം, വീട്ടിൽ ചെന്ന് ചോദിക്കണം. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പേര് മാമോദീസ രജിസ്റ്ററിൽ എഴുതിയപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ സാരാംശം ഇതാണ്: ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ പേര് ഈ പുസ്തകത്തിൽ എഴുതുന്നതോടുകൂടി ജീവൻ്റെ പുസ്തകത്തിൽ ഈ പേരെഴുതപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെഴുതിയ പേരാണ്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിലെ പേരെന്താണ്? നിങ്ങളുടെ മാമോദീസ പേരാണ്. എൻ്റെ വീട്ടിലെ പേര് ബിനു എന്നും എൻ്റെ ജീവൻ്റെ പുസ്തകത്തിലെ പേര് ഏബ്രഹാം എന്നുമാണ്. അപ്പോൾ ഞാൻ കൊടുക്കേണ്ട പേരേതാണ്? വിശുദ്ധ കുർബാനയ്ക്ക് ഓർക്കാൻ കൊടുക്കേണ്ട പേരേതാണ്? ജീവൻ്റെ പുസ്തകത്തിലെ പേര് കൊടുക്കണം, ഏബ്രഹാം. അല്ലെങ്കിലും ദൈവത്തിന് അറിയാം കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ? സ്വർഗം കമ്പ്യൂട്ടറൈസ്ഡായി പോയതെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ ഏബ്രഹാമിന് പകരം ബിനു കൊടുത്തിട്ടും റിജക്റ്റ് ചെയ്യുക. കാരണം എന്താ? പാസ്വേഡ് കറക്റ്റ് അല്ല, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടില്ല. ദൈവത്തിന് അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട പേരെന്തുവാ? അപ്പം നിങ്ങൾ ആരുടെയും പേരെഴുതുന്നുണ്ടെങ്കിൽ അവരുടെ മാമോദീസ പേര് നിത്യജീവൻ്റെ പുസ്തകത്തിലെ പേരെഴുതണം. എഴുതുമ്പോൾ ലെജിബിളായിട്ട് എഴുതണം. ചിലയിടത്ത് പോയി നിന്നാൽ, കാരണം എന്താണെന്നറിയോ? പുരോഹിതന്മാർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ആ സമയത്ത്. കാസാബിലാസായി പിടിച്ചുകൊണ്ട് നിൽക്കണം. ഞങ്ങൾ നിൽക്കുകയാണ്. ഈ പേര് ഏതാണ്ട് ഇത്രയും ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ് ഞങ്ങൾ വായിക്കേണ്ടത്. ആ വായിക്കുമ്പോൾ നമ്മൾ ഇണ്ടാറ എഴുതി കൊടുത്താലേ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കും, എന്നിട്ടും കിട്ടുന്നില്ല ചിലത്. അതുകൊണ്ട് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇപ്പം ഞാനിത് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും കൊണ്ട് നിങ്ങളുടെ പേര് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അച്ഛന്മാർക്കൊക്കെ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. ഒരാൾ ബ്ലെസ്സിങ്ങിന് പേര് തന്നാൽ, ഇപ്പോൾ ഏബ്രഹാം എന്ന പേര് തന്നാൽ, ഏബ്രഹാം അച്ഛനെ വിളിച്ച് പറയണം, അച്ഛൻ എനിക്ക് ഇങ്ങനൊരു വിഷയമുണ്ട്, ഇതിനു വേണ്ടിയാണ് ഞാൻ പേര് തരുന്നത്. അതല്ല എങ്കിൽ ഏബ്രഹാമിന് വേണ്ടിയും മറിയാമിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന അർപ്പിക്കുകയാണ്. നിങ്ങളൊരു പേര് കൊടുക്കുന്ന ഉടനെ പുരോഹിതന് ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടതാണ് എന്ത് റീസണിനാണ് നിങ്ങളത് കൊടുത്തിരിക്കുന്നത്. രോഗികളുടെ പിന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു രോഗം കാണുമെന്നുള്ളത്. അല്ലാതെ കുറേ പേരങ്ങ് എഴുതിയിരിക്കുക. ചില മതവായി കയറുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലെയും വല്യപ്പച്ചൻ്റെയും കുടുംബക്കാരുടെ മുഴുവൻ പേരെഴുതി ഇതങ്ങ് പ്രാർത്ഥിക്കുക എല്ലാ ആഴ്ചയിലും.
ചില പള്ളികളിൽ ഇതങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക ചില ആളുകൾ. സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തൂയോപം നടത്തണമെങ്കിൽ അപ്പോൾ എത്ര മണിക്കൂർ വേണം? അതുകൊണ്ട് വെറുതെ പേരെഴുതി കൊടുക്കുക എന്നുള്ളതല്ല. പിന്നെയോ നിങ്ങൾ ശരിക്കും അത് പുരോഹിതനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ട് അവിടെ പേര് കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്. ഏറ്റവും കുറഞ്ഞത് മാമോദീസ പേരുകളെങ്കിലും കൊടുക്കണം. അത് കൊടുക്കേണ്ടത് അച്ഛൻ തൂയോബോയ്ക്ക് കയറുന്നതിന് മുമ്പ്. പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം. എപ്പോഴാണ് ആരംഭിച്ചേ? വെളുതുറഞ്ഞൊരു ഈശോ ചൊല്ലി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ പരസ്യ ശുശ്രൂഷയ്ക്ക്, നിങ്ങളുടെ കുർബാനക്രമത്തിൽ കാണാത്തൊരു കാര്യമാണ് ഞാനീ പറയുന്നത്, പരസ്യ ശുശ്രൂഷയ്ക്ക് 2 ഭാഗമുണ്ട്. അതിലൊന്നാമത്തെ ഭാഗം ലിറ്റർജി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ ഭാഗം ലിറ്റർജി ഓഫ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസപ്രമാണം വരെ, വിശ്വാസപ്രമാണം വരെ കാറ്റക്യുമെൻസിനും, ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ടോ? കാറ്റക്കിസം എന്ന് പറഞ്ഞാൽ വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിൽ ആദിമസഭയിൽ, അതിനുശേഷവും കുറേ നാൾ അവരെ എല്ലാവരെയും മാമോദീസ നടത്തിക്കൊണ്ടിരുന്ന ഈസ്റ്റർ ദിവസത്തിലാണ്. ഈസ്റ്റർ ദിവസം മാമോദീസയ്ക്ക് വേണ്ടി അവരെ ഒരുക്കും. പ്രത്യേകിച്ച് നോമ്പിൻ്റെ ദിനങ്ങളെല്ലാം അവരെ പഠിപ്പിക്കും. അവർ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യും. പക്ഷേ വിശ്വാസ പ്രമാണം വരെ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം മാമോദീസ ഏൽക്കാത്തവർക്ക് 2ാം ഭാഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആ സമയത്തായിരുന്നു ചുവക്കുറ്റി വീശി പടിഞ്ഞാറോട്ട് വരുന്നതും അവിശ്വാസികളെല്ലാം പുറത്തു പോകുന്നതും വാതിലുകളെല്ലാം അടയ്ക്കുന്നതും വാതിൽ കാവൽക്കാരനായിട്ട് ഷമ്മാശം നിൽക്കുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതാണ് 1ാം ഭാഗം. വചനത്തിൻ്റെ, എഴുതപ്പെട്ട വചനത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാണ് 1ാം ഭാഗം. രണ്ടാമത്തേതാണ് അതിൽ കൂടെ ഈ സഭയെ ഒരുക്കി പുരോഹിതൻ പദവിയിലേക്ക് കയറി ചെയ്യുന്ന 2ാം ഭാഗമാണ് തിരുശരീര രക്തങ്ങളുടെ ആഘോഷത്തിൻ്റെ ഭാഗം. കിട്ടിയോ? ആ ഭാഗം ചെയ്യുന്നതിന് മുമ്പാണ് അനുരഞ്ജനപ്പെടണം. കാരണം നീ ബലി കഴിക്കുവാൻ ബലിപീഠത്തിൻ്റെ മുമ്പാകെ വരുന്നതിന് മുമ്പ് നിൻ്റെ സഹോദരൻ നിന്നോട് വല്ലതുമുണ്ടെങ്കിൽ നീ പോയി രമ്യമാകുക, പിന്നെ വന്ന് ബലി കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് പുരോഹിതൻ പദവിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ നിന്ന് സമാധാനം കൊണ്ടുവന്ന് എല്ലാവർക്കും തന്ന് പരസ്പരം രമ്യപ്പെട്ട് ചങ്ങലയെല്ലാം കൂട്ടിപ്പിടിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഞങ്ങളെല്ലാവരും യുണൈറ്റഡ് ആയെന്ന്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു എന്ന് ശുശ്രൂഷക്കാരൻ പ്രഖ്യാപിച്ചു. സൗമൻ കാലസ് കുറിയലായിസോൻ അച്ഛൻ മേളിൽ കയറി. ഇപ്പം സമാധാനം കൊടുക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? സ്ഥിരം കുറ്റിയടിച്ച് വർഷങ്ങളായി ഒരു സ്ഥലത്തല്ലേ നിൽക്കുന്നത്? സത്യം പറ, പള്ളിയിൽ വന്നിട്ട് വർഷങ്ങളായി നിങ്ങൾ നിൽക്കുന്ന ഒരേ സ്ഥലത്തല്ലേ? കാരണം എന്താ? നമുക്കറിയാം ഇടതും വലത്തും മുമ്പിലും പിമ്പിലും ആരാണ്. നമ്മുടെ കംഫർട്ടബിൾ സോണിലേ നമ്മൾ നിൽക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ തെറ്റാന്നോ ശരിയാന്നോ? സ്ഥിരം ഈ പള്ളിയിൽ, എല്ലാ പള്ളിയിലും കുറച്ചാളുകൾക്ക് ആ ഭാഗം തീരെഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ കാണും ആരേലും കയറി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സമാധാന ശുശ്രൂഷ അങ്ങനെ വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രയോജനമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ അതിൻ്റെ 1ാം ഭാഗത്തേക്ക് ഒന്നുകൂടെ വരികയാണ്. ആ ഭാഗത്ത് ഞാൻ പറഞ്ഞു വചനത്തിൻ്റെ ശുശ്രൂഷയാണെന്ന് പറഞ്ഞു. എന്തൊക്കെ ചെയ്യും? വചനത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യും? ആദ്യം പഴയ നിയമം വായിക്കുമോ? അറിയത്തില്ല. കാരണം എന്താണെന്ന്, നിങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ല. ഉണ്ടോ? പഴയ നിയമം വായിക്കുമ്പോൾ ആരെങ്കിലും പള്ളി വരും. ആ പഴയ നിയമം വായിക്കും. ഇനി രാവിലെ മുതൽ നമസ്കാരം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറേ 1 മണിക്കൂറായിട്ട് നിന്നതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാനുള്ള, ഇരിക്കാനുള്ള ഒരു ഒരു സമയമായിട്ട് പഴയ നിയമ വായന കഴിഞ്ഞു. ഓക്കെ, അടുത്ത വായന ഏതാ? പരസ്യമായി വിശുദ്ധ കുർബാന ആരംഭിച്ചു. ഭൂവിലശേഷം ചൊല്ലി അതിനുശേഷം വായിക്കുന്നത് എന്താ? ഭൂവിലശേഷം എന്ന പറഞ്ഞ പാട്ടിന് ശേഷം വായിക്കുന്ന വേദഭാഗങ്ങൾ ഏതൊക്കെ? ആർക്ക് പറയാം?
അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നോ പൊതുലേഖനങ്ങളിൽ നിന്നോ അവിടെ വായിക്കും. അല്ലേ? അപ്പോസ്തല പ്രവർത്തികൾ എല്ലാവർക്കും ഒക്കെ അറിയാം. ഈ പൊതുലേഖനങ്ങൾ ഏതൊക്കെയാണ്? എത്ര ഉണ്ട്? ഒന്ന് പറയാൻ നോക്കി. എത്ര ഉണ്ട്? 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, പിന്നെ യൂദ, യാക്കോബ്. അപ്പോൾ ഭൂവിലശേഷത്തിന് ശേഷം അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നോ പൊതുലേഖനങ്ങളിൽ നിന്നോ വായിക്കും. അതിനുശേഷം പൗലോസ്ലീഹ ചൊല്ലുന്നു. പൗലോസ്ലീഹ ചൊല്ലിയിട്ട് എവിടെ നിന്ന് വായിക്കുന്നു? പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളിൽ നിന്നും അവിടെ വായിക്കുന്നു. അല്ലേ? കിട്ടിയോ? അതിനുശേഷം പിന്നെന്താണ് വായിക്കുന്നത്? പറഞ്ഞോ. ഏവങ്കേലിയോൻ. ഈ ഏവങ്കേലിയോൻ എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയാണ്? ഏവങ്കേലിയോൻ എന്ന് പറയുന്ന വാക്ക് ഏത് ഭാഷയാണ്? ഗ്രീക്കാണ്. ഗുഡ് ന്യൂസ്. അപ്പോൾ ആ ഏവങ്കേലിയോൻ വായിക്കാൻ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? മണി, മർവേസ, മെഴുകുതിരി, ധൂപക്കുറ്റി. ലോകത്തിലെ ഒരു സഭയിൽ ഇങ്ങനെ വേദപുസ്തകം വായിക്കാൻ കൊണ്ടുവരത്തില്ല. ഇതുപോലെ ആദരവോടും ബഹുമാനത്തോടും കൊണ്ടുവന്ന് വെച്ച് ജനങ്ങളെ ആശീർവദിച്ച് വചനം മുത്തി, ഇല്ലേ, വചനം വായിക്കും, ഏവങ്കേലിയം വായിക്കും. അതിനുശേഷം എന്താ? അതിനുശേഷം ഉണ്ടാകേണ്ട ഒരു കാര്യമായിരുന്നു വചന ശുശ്രൂഷ, പ്രസംഗം. പ്രസംഗം എപ്പോഴാണ് നടത്തുക? പ്രസംഗം ഏതിൻ്റെ ഭാഗമായിരുന്നു? എഴുതപ്പെട്ട വചനത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. ഏവങ്കേലിയോന് ശേഷം ഉടനെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന 2-3 തിരുമേനിമാരൊക്കെ ഉണ്ട്. നിക്കോളാസ് തിരുമേനി ചെയ്യും, ഏലിയാസ് തിരുമേനി ചെയ്യും, പിന്നെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഏവങ്കേലിയം കഴിഞ്ഞ ഉടനെ പ്രസംഗിക്കത്തില്ല. കാരണം എന്താ പറയുന്നത്? ഞങ്ങളവിടെ ഇല്ലാത്തതുകൊണ്ടാന്ന് പറയാം. നിങ്ങളവിടെ ഇല്ലാത്തതിനാൽ നിങ്ങൾ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് ഈ പ്രസംഗം ഞങ്ങൾ കുക്കിലിയോൻ്റെ എന്ന് പറഞ്ഞാൽ നിന്നാൾ സ്തുതിയുടെയൊക്കെ മധ്യത്തിലാക്കും. കാരണം ആ സമയമാകുമ്പോൾ തന്നെ മിക്കവാറും എല്ലാവരും വരുമെന്നുള്ളത് കൊണ്ട് പ്രസംഗം ഞങ്ങൾ അങ്ങോട്ട് മാറ്റി. നിങ്ങൾ രാവിലെ ഇനി വരാമെങ്കിൽ പ്രസംഗം അവിടെ. കാരണം ആ പ്രസംഗത്തിൻ്റെ പർപ്പസ് എന്താണെന്നറിയാമോ? ഈ വായിച്ച ഏവങ്കേലിയോൻ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോൺഗ്രിഗേഷനെ ധ്യാനത്തിലേക്ക് നയിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗം വരെ വന്നിട്ട് ആ ഭാഗം അവസാനിക്കും. അതിനുശേഷമാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ കൂദാശ ആരംഭിക്കുന്നത്. അവിടെ പുരോഹിതൻ പദവിയിലേക്ക് കയറി ശുശ്രൂഷ ആരംഭിക്കുന്നു. അതാണ് പരസ്യ ശുശ്രൂഷയുടെ 2 പ്രധാന ഭാഗങ്ങൾ. അതിനുശേഷമുള്ളതാണ് പോസ്റ്റ് കമ്മ്യൂണിയൻ. കുർബാനയ്ക്ക് ശേഷമുള്ള ഒരു പോർഷനുണ്ട്. അത് ഞങ്ങൾ ഈ അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ധൃതി വെച്ച് അനൗൺസ്മെൻറ്റുകൾ അതിനേക്കാൾ കൂടുതലുള്ളതുകൊണ്ട് ആ ഭാഗം മാന്യമായി സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ബാബാ തിരുമേനിയുടെ കൽപ്പന ഈ അടുത്ത സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഭാഗം കൂടെ നടത്തി അവസാനിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് അതാണ് പ്രധാനമായും 3 ഭാഗങ്ങൾ. 1 ഒരുക്ക ശുശ്രൂഷ, 2 പരസ്യ ശുശ്രൂഷ, 3 പോസ്റ്റ് കമ്മ്യൂണിയൻ ശുശ്രൂഷ. പരസ്യ ശുശ്രൂഷയിൽ തന്നെ 2 ഭാഗങ്ങൾ പറഞ്ഞു. എഴുതപ്പെട്ട വചനത്തിൻ്റെ ശുശ്രൂഷയും തിരുശരീര അപ്പവീഞ്ഞുങ്ങളുടെ തിരുശരീര രക്തങ്ങളുടെ ശുശ്രൂഷയും. 4:25. അതുകൊണ്ട് ഈ ആമുഖ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കും. ഇവിടെയും എന്നോട് പറഞ്ഞത് 2:30 മുതൽ 4:30 വരെ ഞാൻ ക്ലാസ് എടുക്കണമെന്നും നിങ്ങൾക്ക് ചോദ്യമൊക്കെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ പരിപാടിയെല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് എത്ര സമയം കിട്ടി? എത്ര സമയം കിട്ടി? 1 മണിക്കൂർ കിട്ടിയോ? എവിടെ? അങ്ങനെ യുവജന പ്രസ്ഥാനത്തിലെയും MGOCസിലെയും പഠനം എന്ന് പറയുന്ന പരിപാടി ചുരുങ്ങി ഈ പരുവത്തിലായി. അതുകൊണ്ടെന്ത് സംഭവിച്ചു? കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ എല്ലാവരും കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ MGOCസിൻ്റെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ 50% സമയം പഠനത്തിനായി മാറ്റിവെക്കുക. ഞാൻ നിങ്ങളോട് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി
ഏറ്റവും സിമ്പിളായിട്ടുള്ളതും നല്ലതുമായിട്ടുള്ളൊരു ബുക്ക് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് അമേരിക്കൻ ഡയസസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിവിങ് സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ഇംഗ്ലീഷിലാണ്. അതിനകത്ത് ഒരു പേജിൽ തന്നെ ഇംഗ്ലീഷ്, മലയാളം ട്രാൻസ്ലിട്രേഷൻ, മംഗ്ലീഷ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ 4 കോളങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് അത് ഇന്ത്യയിൽ അടിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പഠിക്കുക. ഇനി അതും കിട്ടുന്നില്ല എങ്കിൽ കേരളത്തിൽ മലയാളം, അപ്പോൾ കൊയറിൽ കയറുന്നവരും മദ്ബായിൽ കയറുന്നവരും, ഞാൻ ഈ പാട്ടെല്ലായിടത്തും പാടി പലരും കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരണേ. നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം, അർത്ഥം പറ. പാടി, നിങ്ങൾ നല്ലപോലെ പാടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിഷ്ഠയിൽ നിന്നെ പെറ്റ, അർത്ഥം പറ. പറഞ്ഞേ മനസ്സിലായി? തിരുവേനി പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരർത്ഥവും അറിയത്തില്ല. തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, ഇതിങ്ങനെ പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഈ പാട്ടുകളൊക്കെ ഒന്ന് നിങ്ങളുടെ മീറ്റിങ്ങിൽ ഇതൊക്കെ ഒന്ന് പഠിച്ച്, നിങ്ങൾ ഇത്രമാത്രം കാര്യാലോചന എന്തോ നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ MGOSസിൻ്റെ മീറ്റിങ്ങിൽ ഇത്രമാത്രം കാര്യം ആലോചിക്കാനെന്തോ. ഞാൻ ഈ ഭദ്രാസന ജോൺസൺ അച്ഛനോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി, ഭദ്രാസന കൗൺസിലൊക്കെ വല്ലപ്പോഴും കൂടത്തേ ഉള്ളൂ, വലിയ കാര്യാലോചനയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരട്ടി 100 ഇരട്ടി പരിപാടിയാണ് അവിടെ. എന്ത് കാര്യാലോചന നടത്തി ഈ പരിപാടി മാത്രമായിട്ട് മാറി. കാര്യാലോചിച്ചു നിങ്ങൾ. പക്ഷേ കൂടുന്നതിന് 30% പഠിക്കണം, 50% പഠിക്കണം, 50% നിങ്ങൾ കാര്യാലോചനയും പരിപാടിയൊക്കെ നടത്തി. ഇത് പഠിക്കാത്രത്തോളം കാലം ഇത് എൻജോയ് ചെയ്യാനൊക്കെ തരും. ഞാൻ ഈ ആരാധന ഞാൻ എന്നെ പുകഴ്ത്തുകയൊന്നുമില്ല. എനിക്ക് ഈ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കത് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നല്ല ഫണ്ണൊന്നുമല്ല. അതിങ്ങനെ ഉള്ളിൽ നിന്ന് കയറി വരണം, ഉള്ളിൽ നിന്ന് വരണം. നാം ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ അതാ ശ്രദ്ധിക്കേണ്ടത്. നിഷ്ഠയിൽ നിന്നെ പറ്റ ശബ്ദം വന്നല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ധ്യാനം എനിക്ക് ഉള്ളിൽ നടക്കണം. കന്യാവ്രതത്തിൽ നിന്നെ പ്രസവിച്ച മാതാവിനോടൊപ്പം മറിയമ്മിനോടൊപ്പം എന്നുള്ള ധ്യാനം എൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരേ സമയം ശബ്ദവും ധ്യാനവും സമഞ്ജസമായിട്ട് സമ്മേളിക്കണം. അങ്ങനെ കുർബാനയിൽ നിൽക്കുമ്പോൾ ഇതൊരു വലിയ ആനന്ദമായിട്ട് മാറും. അല്ലെങ്കിൽ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ബോറടിക്കും, ടയേർഡാകും, എങ്ങനെയും തീർത്തിട്ട് പോകാനായിട്ട് നോക്കും. എന്നിട്ട് പഠിക്കണം മക്കളെ. നിർത്തിയേ. എനിക്ക് കുറേ പറയാനുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ പറഞ്ഞാലും പഠിപ്പിച്ചാലും തീരാത്തതുപോലെ കിടക്കുകയാണ്. പക്ഷേ ഇതൊരാമുഖമാണ്. നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ യൂണിറ്റുകളിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പഠനം, തുമ്പോൺ ഭദ്രാസനം 1 വർഷത്തേക്ക് നിങ്ങളുടെ പഠന വിഷയമായി വിശുദ്ധ കുർബാനയുടെ പഠനം എല്ലാ യൂണിറ്റുകളിലും നടത്തിയാൽ നിങ്ങൾക്ക് കുറേ കൂടെ ഭംഗിയായി ആരാധനയിൽ സംബന്ധിച്ച് ആനന്ദം അനുഭവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് 2-3 ചോദ്യം ചോദിക്കുന്നവർക്ക് അവസരമാണ്. അവസാനിപ്പിക്കേണ്ടതിന് 4:30 അതുകൊണ്ട് പെട്ടെന്ന് 1, 2, 3 ചോദ്യം. ഒന്നുമില്ല. ആമീൻ. തിരുമേനി പറഞ്ഞതിനല്ല ആമീൻ. കത്തോലിക്ക ഭാഷയിലാണെങ്കിൽ ഓ അച്ഛ ഓ അല്ലേ? അപ്പോൾ അവസാനിപ്പിച്ചു. ആ മൈക്ക് അവിടുന്ന് ഇങ്ങോട്ട് വന്ന ചോദ്യം ചോദിക്കാൻ ആരാണ്ട് വിട്ട മൈക്കാണ്. അതെല്ലാവരിലൂടെ കൈമാറി തന്നെ ഇവിടെ വരെ വന്നിട്ടുണ്ട്. മൈക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിബിൻ്റെ കയ്യിൽ വന്നു. അവൻ മിക്കവാറും നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. തിരുമേനി, സഭയുടെ കൂദാശകൾ 7 കൂദാശകളാണെന്നാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നത്. അതുകൂടാതെ
വാഹന കൂദാശ, വീട് കൂദാശ എന്നീ കൂദാശകൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പം ഈ 7 കൂദാശകളും മറ്റുള്ള കൂദാശകളും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം? എങ്ങനെയോ നമ്മുടെ മലങ്കര സഭയിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്, 7 ഉള്ളു കൂദാശകളെന്ന്. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ അന്ന് നമുക്ക് റിസോഴ്സൊന്നും ഇല്ലാത്തതിനാൽ കിട്ടിയ റിസോഴ്സിൽ നിന്നൊക്കെ കിട്ടി വെച്ചതായിരിക്കാം. 7 പ്രധാന കൂദാശകളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഒരു ലിമിറ്റഡ് നമ്പർ നമുക്ക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലില്ല. അതുപോലെ തന്നെയാണ് സെക്യുലർ ആൻഡ് സ്പിരിച്വൽ എന്നൊരു ഡിവിഷൻ ഇല്ല. എവറിത്തിങ് ഈസ് സ്പിരിച്വൽ. ഇത് സെക്യുലറാണ്, ഇത് സ്പിരിച്വലാണ്, അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഓർത്തഡോക്സ് സഭയിലില്ല. അതുകൊണ്ട് ലിബിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, എല്ലാം കൂദാശയാണ്. താങ്ക് യു തിരുമേനി. എന്നാൽ ഈ പ്രധാന 7 കൂദാശകൾ അത് അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അല്ല 7 ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്താറില്ല. തിരുമേനി, കാലം ചെയ്ത അത്താനോസിസ് തിരുമേനി ഒരു തവണ പള്ളി വന്നപ്പോൾ 3 മേൽ കുർബാന എന്നുള്ളതായിരുന്നു പ്രോഗ്രാമിൽ വെച്ചിരുന്നത്. പക്ഷേ തിരുമേനി അതിനൊരു സമൂഹ ബലിയായിട്ട്, അതായത് 3 ത്രോണോസിൽ ചൊല്ലാതെ ഒറ്റ ത്രോണോസിൽ തന്നെ 3 ആചാര്യന്മാർ ചൊല്ലുന്ന ഒരു ഇതുണ്ടായി. അതെന്തുകൊണ്ടാണ്? നമ്മുടെ തിരുമേനി പറയുകയും ചെയ്തു, നമ്മളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സമൂഹ ബലിയാണ്, അതിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ തിരുമേനി എന്ന് പറയുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്നൊന്ന്. സമൂഹ ബലി എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷനിലല്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന സമൂഹ ബലിയാണ്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിശുദ്ധ മദ്ബഹായ്ക്കകത്ത് പ്രവേശിക്കുന്ന എല്ലാവരും തന്നെ അംശവസ്ത്രങ്ങൾ ധരിച്ചേ പറ്റുകയുള്ളൂ. എല്ലാവരും. പുരോഹിതരാണെങ്കിൽ പുരോഹിതൻ്റെ അംശവസ്ത്രം, ഷമ്മാശനാണെങ്കിൽ ഷമ്മാശൻ്റെ അംശവസ്ത്രം. അതുകൊണ്ട് അത് സമൂഹ ബലിയായി മാറിക്കോളും. 3 ത്രോണോസും 5 ത്രോണോസും അതിൻ്റെ കുർബാനയൊക്കെ ലേറ്റർ അഡീഷൻസാണ്. അതുകൊണ്ട് യഥാർത്ഥ ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ ഒരു കുർബാനയേ ഉള്ളൂ. അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാരമ്പര്യം. ഇനിയും അതുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ മലങ്കരയിലെ ട്രഡീഷൻ അനുസരിച്ച് 3 ത്രോണോസുകൾ പണിയുന്നുണ്ടെങ്കിൽ 5 ത്രോണോസുകൾ പണിയുന്നുണ്ടെങ്കിൽ അത് മൂറോനഭിഷേകം നടത്തിയിട്ടുള്ളതിനാൽ അത് അനാഥമായി ഇടാൻ പാടില്ല എന്ന് ഞാൻ പറയും. ഏറ്റവും കുറഞ്ഞത് അത് തിരികത്തിച്ച് മറമാറ്റി ധൂപാർപ്പണം നടത്തി വല്ലപ്പോഴുമെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിച്ച് അത് സജീവമായി നിലനിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ മിക്കവാറും പെരുന്നാളിന് ഇതൊന്ന് തുറന്ന് ഒരു 3 മേ കുർബാന കഴിഞ്ഞ് അടച്ചിട്ടാൽ പിന്നെ അടുത്ത പെരുന്നാൾ വരെ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെ വിവിധ ത്രോണോസുകളല്ല, നമുക്കൊരു ത്രോണോസ്. ആ ത്രോണോസിൻ്റെ ചുറ്റും അതിനകത്ത് മദ്ബഹായിക്കകത്ത് എല്ലാവരും തന്നെ അംശവസ്ത്രധാരികളായി നിൽക്കുന്നു. ഇനി 3 ത്രോണോസോ 5 ത്രോണോസോ ഉണ്ടെങ്കിൽ അത് അനാഥപ്രേതം പോലെ ഇട്ടേക്കാതെ ധൂപാർപ്പണം നടത്തി. അതുപോലെ തന്നെ അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ പറയേണ്ടതാണ്, പെരുന്നാളിൻ്റെയൊക്കെ അന്ന് പല പള്ളികളിലും സന്ധ്യാനമസ്കാരമൊക്കെ എവിടെയെങ്കിലും കുരിശടിയിലൊക്കെ കൊണ്ട് നടത്തിയാണ് പരിപാടി ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന ത്രോണോസ് തലേന്ന് വൈകിട്ട് തീർച്ചയായിട്ടും സന്ധ്യാനമസ്കാരവും നടത്തി ധൂപാർപ്പണമൊക്കെ നടത്തി ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തേണ്ടതാണ്. അതിന് ബലമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഈ പ്രദക്ഷിണം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയപ്പോൾ ത്രോണോസ് അപ്രധാനമായി മാറിയതുകൊണ്ടാണ് എവിടെങ്കിലുമൊക്കെ തുടങ്ങി ഇതിഞ്ഞ് വന്നിവിടെ അവസാനിപ്പിക്കുകയും സന്ധ്യാനമസ്കാരം പോലും അവിടെ നടത്താതെ അതിങ്ങനെ വൈകിട്ട് ഇട്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ശരിയല്ലെന്നാണ്, ശരിയല്ല. തിരുമേനി, ഈ കോർപ്പിസ്കോപ്പ എന്നത് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ തലവൻ എന്ന ഒരു അർത്ഥമാണുള്ളത്. ആർച്ച് കോർപ്പിസ്കോപ്പ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ കോനാട്ടച്ചന് ആർച്ച് കോർപ്പിസ്കോപ്പ പദവി നൽകിയെന്നൊരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ആർച്ച് കോർപ്പിസ്കോപ്പ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിന് ഞാൻ സുനോസിന് വരുമ്പോൾ ചോദിക്കാനിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളത്. കോറപ്പിസ്കോപ്പമാരിൽ ഒരു പ്രമുഖ സ്ഥാനം അച്ഛന് കൊടുത്തു എന്നുള്ളത് തൽക്കാലം നമുക്ക് വ്യാഖ്യാനിക്കാം. ഒത്തിരി അധികം കോറപ്പിസ്കോപ്പന്മാരുണ്ടല്ലോ. കോനാട്ടച്ഛന് അതിൽ നിന്നും കുറേ കൂടെ ഒരാൾ മാത്രമേ ഉള്ളത്, അത് അച്ഛന് മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുമ്പുണ്ടായിരുന്നു, 1-2 പേരുണ്ടായിരുന്നതായിട്ടാണ്
ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ കോർപ്പിസ്കോപ്പയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നാമമാത്രമായിട്ട് പേരിലേ ഉള്ളൂ, അതിൻ്റെ ഫങ്ഷണൽ അല്ല. ഇപ്പോൾ നമ്മൾ ആ സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നേരത്തെ വിശാലമായ സഭയിൽ അല്ലെങ്കിൽ മെത്രാസനങ്ങളിൽ എല്ലായിടത്തും മെത്രാപ്പൊലിത്തേക്ക് ഓടിയെത്താൻ സാധിക്കാത്തതിനാൽ ഗ്രാമങ്ങളുടെ ഒരു ഏരിയയുടെയൊക്കെ ചുമതല വഹിക്കുന്നതിന് കോർ എപ്പിസ്കോപ്പോ, കോർ ബിഷപ്പ് എന്നൊക്കെ പറയാറുണ്ട് ചിലയിടത്ത്, അങ്ങനെ അവരെ ആക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ പവറെല്ലാം ഇപ്പോൾ കുറഞ്ഞ് ഭദ്രാസനങ്ങളെല്ലാം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ടും മെത്രാപ്പൊലിത്തായുടെ സാന്നിധ്യം എല്ലായിടത്തും ഉള്ളതുകൊണ്ടും അതിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ പഴയതുപോലെ ഫങ്ഷനലല്ല, അത് ഒരു പൊസിഷനായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും സീനിയറായിട്ടുള്ള വൈദികർക്കൊക്കെ അവരെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ചെറിയ ചോദ്യമുള്ളൂ. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങളൊക്കെ ഈ ഏരിയ അടിസ്ഥാനത്തിൽ നമ്മൾ ചില വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു പതിവുണ്ടോ, അതോ നമ്മൾ പൊതുവായി ആ ഗാനങ്ങൾക്കെല്ലാം ഒരേ രീതിയിൽ തന്നെ തുടരണമെന്നാണോ നമ്മുടെ സഭ നിർദ്ദേശിക്കുന്നതെന്നുള്ളത്? അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഈ പൗലോസ്ലീഹ അറിയിച്ചതിനെതിരായി എന്നും പാടുന്നവരുണ്ട്, അറിയിച്ചതൊഴിച്ച് അങ്ങനെയും പാടുന്ന ഇത് കണ്ടിട്ടുണ്ട്. അത് ആ അറിയിച്ചതൊഴിച്ചാൽ മാറ്റിയതാണ്. കാരണം അറിയിച്ച തൊഴിയായിരുന്നു, ആ തൊഴി ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ, അങ്ങനെയല്ലായിരുന്നു നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ച തൊഴിയെന്ന് നമ്മൾ പാടുമായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ഒരു പുതിയ വാക്ക് അവിടെ ക്രമീകരിച്ച് ആ എന്താ പറയുന്നത്, ആ കല്ലുകടി, ആ വൃത്തികേട് മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. വടക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അഡീഷണലായിട്ട് എല്ലാ ആഴ്ചയിലും അവിടെ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. തെക്കൻ പ്രദേശങ്ങളിലേക്ക് അങ്ങനെയില്ല. അപ്പോൾ അങ്ങനെ പ്രാദേശികമായ ചില കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്നാൽ അത് നമ്മുടെ കോർ തിയോളജിയെ ബാധിക്കാതെയാണ് പ്രാദേശികമായ അത്തരത്തിലുള്ള ചില ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ അവിടെ നിർവഹിക്കുന്നത്. നമുക്കിവിടെ കോട്ടയത്തിന് തെക്കോട്ട് വന്നപ്പോഴത്തേക്കും അത് നമ്മുടെ പെരുന്നാളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ 8 നോയമ്പൊക്കെ ആയി, 8 നോയമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെയാണ്. എന്നാൽ വടക്കോട്ട് പോയാൽ ഞായറാഴ്ച ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതെ അവിടെ ഒക്കെയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ പ്രാദേശികമായി സഭ നൽകാറുണ്ട്. ഒരു ഓർത്തഡോക്സ് സഭയുടെ രീതി, എല്ലാ ഓർത്തഡോക്സ് സഭകളുടെയും രീതി തന്നെ അതാണെന്ന് ഞാൻ പറയും. തിയോളജിയും ക്രിസ്റ്റോളജിയും ഒന്നും മാറുകയില്ല. പക്ഷേ പ്രാദേശികമായി ഇത്തരത്തിലുള്ള ചില ആചാരാനുഷ്ഠാനങ്ങളിലെ ചില വ്യത്യാസങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം സഭ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർത്താം. അടുത്ത എന്തുവാ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന പഠിച്ചു വരുമ്പോൾ ഒത്തിരിയധികം സംശയങ്ങളുണ്ടാകും. അതൊക്കെ നിങ്ങൾ ചോദിക്കണം, അതിനുള്ളൊരു വേദി ഉണ്ടാകണം. പഠിക്കണം, നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ, ഞായറാഴ്ച കൂടാതെ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയാൽ, ഞായറാഴ്ചത്തെ കൂടാതെ ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് വേർതിരിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ ഒരു 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് കുറേ കൂടെ നല്ല മീനിങ് ഫുള്ളായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കും. അതിന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. അവസാനിപ്പിക്കാം. ഇതിന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിച്ചു നിർത്താം. അതായത് ഈ വേദപുസ്തക വായനയെ സംബന്ധിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു ദേവാലയത്തിലുണ്ടായൊരു സംഭവം പറയാം. വേദപുസ്തക വായനയെപ്പറ്റി വളരെയേറെ ഒരു വഴക്ക് നടന്നു. വേദപുസ്തകം വായിക്കുന്നതിനെപ്പറ്റിയും അതിൻ്റെ രീതിയെപ്പറ്റി ഒരു വഴക്കിടുന്ന കാര്യം മൊബൈലിനകത്ത് വേദപുസ്തകം വായിച്ചു എന്നൊരു വിഷയമാണ്. ഞാൻ സെമിനാരിയിൽ പോകുന്നതിൻ്റെ തലേന്ന് എൻ്റെ അമ്മ എടുത്തു തന്നൊരു വേദപുസ്തകം, ഇത്രയും വർഷമായിട്ട് ഞാൻ ആ വേദപുസ്തകം കൊണ്ടാണ് എവിടെ സഞ്ചരിച്ചാലും സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു വേദപുസ്തകം സന്തത സഹചാരിയായി കാണണം. ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നൽകിയെന്നാണ് എൻ്റെ ഒരു വിചാരം. നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം കളിക്കുന്നതും കാണുന്നതുമായ സ്ക്രീനിൽ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ കുർബാന
ഇതൊക്കെ കാണാൻ കൊള്ളാവുന്നതാണോ ഈ സ്ക്രീൻ? ആണോ? എന്തിനൊക്കെയാണാവോ ഇതിനുപയോഗിച്ചിട്ടുള്ളത്? അതിൻ്റെ കൂട്ടത്തിൽ കുർബാനയും കൂടി ഇരിക്കട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ വേദപുസ്തകം കൂടി ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു വല്ലാത്ത ട്രാജഡി ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ടത് ശരിയല്ല.